Hello, welcome to Editales and welcome to a brand new episode of Editales. Brand new എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ജസ്റ്റ് ഒരു ന്യൂ വീഡിയോ ആയിട്ടല്ല. ബ്രാൻഡ് ന്യൂ വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത് ബിക്കോസ് ദിസ് ഇസ് എ വെരി ഡിഫറെൻറ്റ് ടോപ്പിക്. ഞങ്ങൾ ചെയ്യുന്നതിനെക്കാട്ടും വെരി ഡിഫറെൻറ്റ് ടോപ്പിക്കാണ്. ബിക്കോസ് ഞങ്ങൾ എപ്പോഴും ഒന്നെങ്കിൽ ട്രാവൽ വീഡിയോസ് അല്ലെങ്കിൽ മാൾട്ട റിലേറ്റഡ് വീക്കെൻഡ് വ്ളോഗ്സ് അങ്ങനത്തെ വീഡിയോസ് ആണ് ഞങ്ങൾ യൂഷ്വലി ചെയ്യുന്നത്. ബട്ട് ദിസ് ഇസ് സംതിങ് ഡിഫറെൻറ്റ്. ദിസ് ഇസ് സംതിങ് ഡിഫറെൻറ്റ് ആൻഡ് വെരി ക്ലോസ് ടു അവർ ഹാർട്ട്. ആൻഡ് ഇതൊരു ഹോസ്പിറ്റൽ ബാഗ് എഡിഷൻ ആണ്. ഐ നോ കുറേ വീഡിയോസ് ഉണ്ട് ഓൺലൈൻ വിച്ച് ക്യാൻ ഹെൽപ്പ് യു ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യാൻ. പക്ഷെ എല്ലായിടത്തെയും ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്ന ഒരു രീതി വേറെയാണ്. ആൻഡ് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇന്ത്യയിലുള്ള ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ ബാഗ് പാക്ക് ചെയ്യുവാണെങ്കിൽ അതിവിടെ ഹെൽപ്പ് ആവത്തില്ലായിരിക്കും. ബിക്കോസ് ഓരോ സ്ഥലത്ത് ഓരോ ഹോസ്പിറ്റലിൻ്റെതായ റൂൾസ് ഉണ്ട്, ഓരോ സ്ഥലത്തിൻ്റെ ഓരോ റിക്വയർമെന്റ്സ് ഉണ്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. നമുക്ക് വേണ്ടിയും ബേബിക്ക് വേണ്ടിയും വേണ്ട കാര്യങ്ങൾ ഓരോ സ്ഥലത്ത് ഡിഫറെൻ്റ് ആണ്. സോ ദിസ് ഇസ് എസ്പെഷ്യലി ഫോർ മൾട്ട എഡിഷൻ. ഓക്കെ, സോ അത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി യു ഗെറ്റ് എ ഹോസ്പിറ്റൽ ലിസ്റ്റ് ഫ്രം ദ ഹോസ്പിറ്റൽ. സോ ദിസ് ഇസ് എ ഹോസ്പിറ്റൽ മാഗസിൻ. ഇതെല്ലാ വർഷവും ചേഞ്ച് ആവുന്നതാണ്. ആൻഡ് ഇതിന്റെ ബാക്കിൽ ഇത് നമുക്ക് നമ്മുടെ പ്രഗ്നൻസിയുടെ ഒരു സ്റ്റാർട്ടിങ് ഫേസിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ആൻഡ് ഇത് നമ്മൾ ഒരു ചെറിയ ഡിസ്കഷൻ ഉണ്ട് നമ്മുടെ മിഡ്വൈഫായിട്ട്. സോ അവർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും ഈ മാഗസിൻ റിലേറ്റഡ് ഉള്ള കാര്യങ്ങൾ. സോ ഇതിന്റെ ബാക്കിലാണ് സോറി കീറിപ്പോയ എൻ്റെ ബുക്ക് ഇങ്ങനെ കാണിക്കും. സോ ദിസ് ഇസ് ദ ഹോസ്പിറ്റൽ ലിസ്റ്റ്. ഇത് ഞാൻ എവിടെയെങ്കിലും സ്ക്രീനിൽ നന്നായിട്ട് കാണിക്കാം. സോ ഈ ഹോസ്പിറ്റൽ ലിസ്റ്റിൽ ഞാൻ പറയാം, ഇതിനകത്തൊരു ഫസ്റ്റ് ഓഫ് ഓൾ ഹോസ്പിറ്റൽ ലിസ്റ്റ് ഫോർ മദർ, ഫോർ ബേബി ആൻഡ് ഫോർ ഫാദർ, ഇങ്ങനെ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ബട്ട് ഹോസ്പിറ്റൽ ബാഗ് ലിസ്റ്റിൽ മദറിനും ബേബിക്കും രണ്ട് ഫേസ് ആയിട്ട് ഡിവിഷൻ ഉണ്ട്. അതായത് വൈൽ ഗിവിംഗ് ബർത്ത്, നമ്മളെ ഡെലിവറി സമയത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ ആ ഒരു ലിസ്റ്റ് ഉണ്ട്. അത് മദറിനും ഉണ്ട്, അത് ബേബിക്കും ഉണ്ട്. ജനിച്ചു വരുന്ന ആ സമയം എന്നൊക്കെ ആവശ്യമുള്ള മദറിനും ബേബിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റൽ സ്റ്റേ, അതായത് ലൈക്ക് നോർമൽ ഡെലിവറി അല്ലെങ്കിൽ സി സെക്ഷൻ ഡെലിവറി അങ്ങനെയൊക്കെ ആണെങ്കിൽ എക്സ്ട്രാ സ്റ്റേ ചെയ്യേണ്ടി വരും. സോ അത് കഴിഞ്ഞിട്ട് ആ ഹോസ്പിറ്റൽ സ്റ്റേക്കുള്ള റിക്വയർമെന്റ്സ്, അതായത് ഫോർ മദർ ആൻഡ് ഫോർ ബേബി. ആൻഡ് പിന്നെ ഫാദറിന് ഒരു ഡിവിഷനേ ഉള്ളൂ, ദാറ്റ് ഈസ് ഫോർ ദ ഫാദർ ബർത്തിങ് പാർട്ട്ണർ. ആൻഡ് പിന്നെ ഒരു സെക്ഷൻ ഉള്ളത് ലീവിംഗ് ഹോസ്പിറ്റൽ. സോ ഇതാണ് നമ്മുടെ ഹോസ്പിറ്റൽ ലിസ്റ്റ്. സോ ഇതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. സോ ടെക്നിക്കലി ഇവിടെ 28th വീക്ക് ഓഫ് അവർ പ്രഗ്നൻസി അന്ന് ആ സമയം ആകുമ്പോഴത്തേക്ക് ഹോസ്പിറ്റൽ ബാഗ് റെഡി ആയിരിക്കണം. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. പക്ഷെ ഞങ്ങൾ 28th വീക്ക് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഈ ബോധം ഉണ്ടാവുന്നത്. ഞങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു, ബട്ട് ലേറ്റായി. ആൻഡ് നൗ ഐ ആം ഇൻ മൈ 36th വീക്ക്. ആൻഡ് 36th വീക്കിലാണ് ഇത് കംപ്ലീറ്റ്ലി റെഡി ആവുന്നത് ബിക്കോസ് കുറച്ച് സാധനങ്ങൾ എൻ്റെ വരുന്നതേ ഉള്ളൂ. ഓൺലൈൻ വഴിയും പിന്നെ ഞങ്ങളുടെ മമ്മി വരുന്നുണ്ട്. സോ മമ്മിയുടെ കയ്യിൽ നിന്നും ഒക്കെ ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. സോ അത് പക്ഷേ ഇമ്മീഡിയറ്റ് ഹോസ്പിറ്റൽ ബാഗിന് ആവശ്യമില്ല. അതില്ലെങ്കിലും നമുക്ക് അത്യാവശ്യം ഒന്ന് ഓടിപ്പോകാനുള്ള സെറ്റപ്പ് ഒക്കെ ഇതിനകത്തുണ്ട്. ഓക്കെ, സോ ഇത് ഞാൻ റെഫർ ചെയ്തിട്ട് ഇനി ഞാൻ പെട്ടി ഞാൻ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാനും എബിനും. സോ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിക്കാം എന്നാ സംഭവം. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. സോ ബേസിക്കലി ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ വലിയ പെട്ടിയാണ്. ബിക്കോസ് ഒരു വലിയ പെട്ടിയാകുമ്പം ഇത് വീലുള്ള പെട്ടി, ഇത് മാത്രം ക്യാരി ചെയ്താൽ മതിയല്ലോ. അല്ലാതെ നമ്മുടെ പാർട്ട്ണർ 2-3 പെട്ടി ബാഗായിട്ട് നടക്കേണ്ടി വരും. സോ അതിനെക്കാട്ടും ബെറ്റർ ആണ് ജസ്റ്റ് 1 പെട്ടി. സോ യെസ്, സോ ബിഫോർ ഗിവിംഗ് ബർത്ത് മദറിന് വേണ്ട സംഭവങ്ങൾ, നിങ്ങളുടെ ബ്ലൂ കാർഡ്. ഇതിപ്പം ഇതിനകത്ത് ഞാൻ വായിക്കുന്നു and ഞാനിത് കാണിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ ബ്ലൂ കാർഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ബേസിക്കലി നമ്മുടെ ഹോസ്പിറ്റൽ ഫയൽ, അതാണ് ഇവിടുത്തെ ബ്ലൂ കാർഡ്. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് പിന്നെ നിങ്ങളുടെ മെഡിസിൻസ്, എനി കൈൻഡ് ഓഫ് മെഡിസിൻസ്, സപ്ലിമെന്റ്സ്, നിങ്ങൾ എന്നൊക്കെ നിങ്ങളുടെ പ്രഗ്നൻസി സമയത്ത് എടുത്തിട്ടുണ്ട് അതെല്ലാം കൊണ്ടുപോകണം.
പിന്നെ സ്പെക്ടിക്കൽസ്, കോൺടാക്ട് ലെൻസസ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൊണ്ടുപോകണം. ചാർജർ ഫോർ മൊബൈൽ പ്ലസ് ലോങ് ചാർജിങ് കേബിൾ. ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് നമ്മുടെ മറ്റേ ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ആകുമ്പം നമ്മുടെ തലയുടെ മുകളിലാണ്, നമ്മുടെ ബെഡിന്റെ മുകളിലാണ് ഈ ചാർജിങ് സോക്കറ്റ്. ആൻഡ് അതിന് ഇച്ചിരി ഹൈറ്റ് ഉണ്ട്. ആൻഡ് നമ്മളവിടെ നമ്മുടെ സാധാരണ കേബിള് നമ്മുടെ ചാർജർ കുത്തുവാണെങ്കിൽ അതിങ്ങനെ താഴെ വരെ എത്തത്തില്ല. അതിന് നമ്മുടെ ഇങ്ങനെ ഈ ഇൻ ദ മിഡിൽ ഓഫ് ദി എയർ അങ്ങനെ ഒരു സംഭവം, ലൈക്ക് ഇറ്റ്സ് ഇൻ ദി എയർ അങ്ങനത്തെ ഒരു സംഭവമായിരിക്കും. അപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെക്കാനേ പറ്റത്തുള്ളൂ, നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ അതിനാണ് ഈ ചാർജിങ് കേബിൾ എന്ന് പറയുന്നത്. പിന്നെ പവർ ബാങ്ക് ഫുള്ളി ചാർജ് ചെയ്തിട്ട് പോകണം. ആൻഡ് ഡ്രിങ്കിങ് ഗ്ലാസ് ആൻഡ് മഗ് ഓർ ട്രാവൽ മഗ്. ഇവിടെ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് കൊണ്ടുവന്നാൽ നല്ലതാണ്, ബിക്കോസ് അവിടെ ഇവർ വെള്ളം ചോദിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് തരുന്നത് പേപ്പർ കപ്പ് ആണ്. സോ ഇറ്റ്സ് ബെറ്റർ ദാറ്റ് യു ഹാവ് യുവർ ഓൺ ഗ്ലാസ്. ആൻഡ് ഗ്ലാസ്സിൽ കുടിക്കുന്നതല്ലേ ബെറ്റർ. സോ പിന്നെ സ്പോർട്സ് വാട്ടർ ബോട്ടിൽ ഓർ സിപ്പർ ബോട്ടിൽ. നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പം വെള്ളം കുടിക്കണം, പക്ഷേ ഇങ്ങനെ ഹെവി ആയിട്ടുള്ള സമയത്ത് പിടിക്കാനൊന്നും, ബിക്കോസ് ഇപ്പോഴും ചില നേരത്തെ ഇത് പിടിക്കുമ്പോൾ തന്നെ എനിക്ക് ഹെവി തോന്നാറുണ്ട്. സോ അങ്ങനെ ഹെവി ആയിട്ട് തോന്നുകയാണെങ്കിൽ ചെറിയൊരു സിപ്പർ ബോട്ടിൽ നിങ്ങൾക്ക് സിപ്പ് ചെയ്ത് കുടിക്കാവുന്ന രീതിയിലുള്ള ഒരു ചെറിയ ബോട്ടിൽ. പിന്നെ പെൻ, പേപ്പർ, ചിലതൊന്നും നമുക്ക് ആവശ്യമില്ല. പെൻ ആൻഡ് പേപ്പർ ഐ ഡോണ്ട് നോ ഇത് ഡ്യൂറിങ് ബർത്ത് എന്തിനാണ്, പക്ഷേ ഇറ്റ്സ് ഓക്കെ, യു ക്യാൻ ക്യാരി, ബിക്കോസ് മേ ബി അവിടെ ബർത്ത് പ്ലാൻ നമ്മൾ എഴുതി കൊടുക്കുവാണെങ്കിൽ യു നീഡ് എ പെൻ ആൻഡ് പേപ്പർ. സോ പക്ഷെ അതല്ലാതെ കരുവര കുത്തി വരയ്ക്കാനൊന്നും നമുക്കുള്ള ബോധം, ശേഷി, ആരോഗ്യം കാണുമെന്ന് ഐ ഡോണ്ട് നോ. ഓക്കെ. പിന്നെ ബുക്ക്, മാഗസീൻ ഓർ എ കിൻഡിൽ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇഫ് യു ആർ ഇൻ ഓൾ യുവർ സെൻസസ്, നിങ്ങൾക്ക് ആ ഒരു ബോധമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് വായിക്കാം, നിങ്ങൾക്ക് അങ്ങനെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാം. സോ ജസ്റ്റ് ഇത് ഓപ്ഷൻസ് ആണ്, ലൈക്ക് ഇഫ് യു വോണ്ട് ടു ടേക്ക്. പിന്നെ ഹെഡ്ഫോൺസ്, ചിലർ പ്രിഫർ ചെയ്യും മ്യൂസിക് കേൾക്കാനും മൂവി കാണാനും ടു ഡൈവേർട്ട് ദെയർ പെയിൻ. ഓക്കെ. സലൈൻ ഡ്രോപ്സ് ഫോർ ബ്ലോക്ക്ഡ് നോസ്. ഇത് ചിലർക്ക് ഡ്യൂറിങ് പ്രഗ്നൻസി നോസ് ബ്ലോക്കേജ് ഉണ്ടാവാറുണ്ട്. സോ അതിൽ ഫാർമസിയിൽ നിന്ന് നമുക്ക് മേടിക്കാവുന്നതേ ഉള്ളൂ. ഹോട്ട് വാട്ടർ ബോട്ടിൽ ആൻഡ് കംപ്രസ് ഓർ കംപ്രസ് ഫോർ പെയിൻ റിലീഫ്. ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇത് ഞാൻ ഇതുവരെ ഇതിനകത്ത് പാക്ക് ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ പാക്ക് ചെയ്യുന്നതായിരിക്കും. ബാക്കിയെല്ലാം ഇതിനകത്തുനിന്ന് ആവശ്യമുള്ളതൊക്കെ ഞാൻ പാക്ക് ചെയ്യത്തില്ല, അങ്ങനെയാണ്. പക്ഷെ ഇതിനകത്തുള്ള സംഭവമൊക്കെ ഞാൻ കാണിച്ചു തരാം, വിച്ച് ഇസ് ഇൻ ദിസ് ലിസ്റ്റ്. ഓക്കെ. 1 നൈറ്റ് ഡ്രസ് ഫോർ ലേബർ. ഞാൻ ഡ്യൂറിങ് ബർത്തിന് 1 ആണ് എഴുതിയേക്കുന്നത്, പക്ഷെ ഞാൻ ഓൾറെഡി ഒരു ഹോസ്പിറ്റൽ സ്റ്റേക്ക് വേണ്ടി ഞാൻ, അതായത് ബിഫോർ ബർത്ത് ഞാനൊരു 3 സെറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഹോസ്പിറ്റൽ സ്റ്റേക്ക് വേണ്ടി 2 സെറ്റ് എടുത്തിട്ടുണ്ട്, അതായത് ആഫ്റ്റർ ബർത്ത്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് 1 എഴുതിയിട്ടുണ്ട്, പക്ഷെ ഞാൻ 2, 3 എന്നൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ അല്ലെങ്കിൽ പണ്ട് തൊട്ട് ഇച്ചിരി ഓവർ പാക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എടുത്തിട്ടുണ്ട്. മെറ്റർണിറ്റി പാഡ്സ്, യെസ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോക്സ് നോട്ട് ടൈറ്റ് ആൻഡ് സ്ലിപ്പേഴ്സ് ബെസ്റ്റ് വൈഡ് ആൻഡ് സ്ലിപ്പ് ഓൺ. അതായത് ഇത് നമുക്കിവിടെ മാറ്റൃതയുടെ ഒരു പാരന്റ് ക്രാഫ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് നമുക്ക് ത്രൂ ഔട്ട് അവർ പ്രഗ്നൻസി ഇതിനകത്ത് തന്നെ ഒരു ഫോം ഉണ്ട് പാരന്റ് ക്രാഫ്റ്റ് സെഷൻസിന് വേണ്ടി. അതായത് നമുക്ക് ഡ്യൂറിങ് പ്രഗ്നൻസി നമുക്ക് കുറെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനുണ്ട്, ഓൺലൈൻ, ഓഫ്ലൈൻ. അപ്പം അത് നമ്മളെ കുറെ ടോപ്പിക്സിനെ പറ്റി പഠിപ്പിക്കും. ലേബർ, ബ്രീതിങ് എക്സസൈസ്, പിന്നെ ബേബി ബർത്ത്, ബേബി ബാത്ത്, ബേബി റിലേറ്റഡ്, ബേബി സേഫ്റ്റി, പിന്നെ മദർ, പിന്നെ ബ്രസ്റ്റ് ഫീഡിങ്, അങ്ങനെ കുറെ ടോപ്പിക്സ് അവർ കവർ ചെയ്യുന്ന കുറെ സെഷൻസ് ഉണ്ട്. സോ അതിൽ ഒരു സെഷനിൽ പറഞ്ഞതാണ് അബൌട്ട് ഈ സ്ലിപ്പേഴ്സ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഫാൻസി ചെരുപ്പൊക്കെ ഇടുമല്ലോ, ലൈക്ക് വുളന്റെ, ഈ ഇവിടെ വിന്റർ ആകുമ്പോൾ വുളന്റെ ഒക്കെ ചെരുപ്പ് ഇടുമല്ലോ. സോ അതല്ല പ്രിഫർ ചെയ്യേണ്ടത്. അത് അവർ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ക്ലാസ്സിൽ. സ്ലിപ്പേഴ്സ് ഒരു നമ്മുടെ ലൈക്ക് ബാത്റൂമിലൊക്കെ ഇടുന്ന, ലൈക്ക് നമ്മുടെ വാട്ടർ പ്രൂഫ് ചെരുപ്പ് വേണം. ബിക്കോസ് ഫോർ എക്സാമ്പിൾ ആ സമയത്ത് നമുക്ക് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചെരുപ്പൊക്കെ ഫുൾ ഇറ്റ് വിൽ ബി സ്റ്റെയിൻഡ് വിത്ത് ബ്ലഡ്. സോ അപ്പോൾ നമുക്കത് വാഷ് ചെയ്യാനൊക്കെ പറ്റും, നമുക്കത് ഈസിലി ക്ലീൻ ചെയ്യാൻ പറ്റും ഇഫ് ഇറ്റ് ഇസ് വാട്ടർ പ്രൂഫ്. മറ്റേതൊക്കെ ആണെങ്കിൽ അത് ഇറ്റ്സ് ഡിഫിക്കൽട്ട്. സോ ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. സോ ഇതിനകത്ത് കുറേ ഐറ്റംസ് ഇട്ട് ഞാനിപ്പോൾ വായിക്കുമ്പം ഞാനത് ഇട്ടിട്ടില്ല, ബിക്കോസ് അതൊക്കെ ഒരു ലാസ്റ്റ് മൊമെന്റിൽ ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകാനുള്ള സംഭവമാണ്. സോ ഞാൻ ഇതിനകത്ത് കാണിച്ചിരുന്ന ബേസിക് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബട്ട് ദിസ് യു ഹാവ് ടു ഫോളോ. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത് യു ഹാവ് ടു ഫോളോ. നിങ്ങളുടെ റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ യു ഹാവ് ടു ഫോളോ. സോ പാൻറ്റീസ് കോട്ടൺ ഓർ ഡിസ്പോസിബിൾ, അത് ഞാൻ പറഞ്ഞായിരുന്നു, സോറി. സോ നഴ്സിംഗ് ബ്രാ എന്ന് പറയുമ്പോൾ നമ്മുടെ മെറ്റർണിറ്റി ബ്രാ എന്ന് പറയുമ്പോൾ ആ ഒരു സമയത്തോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഐറ്റം അല്ല. നിങ്ങൾക്കിത് നിങ്ങളുടെ സെക്കൻഡ് ട്രൈമസ്റ്റർ തൊട്ട് തുടങ്ങാവുന്ന ഒരു സംഭവമാണ് വെയറിംഗ് മെറ്റർണിറ്റി ബ്രാസ്. ബിക്കോസ് നിങ്ങളുടെ ബോഡി ചേഞ്ച് ആവുകയാണ്, ലൈക്ക് ആഫ്റ്റർ ഒരു സെക്കൻഡ് ട്രൈമസ്റ്റർ ഒരു സെക്കൻഡ് ട്രൈമസ്റ്ററിൽ. ദ ഫണി തിങ് ഇസ് ദ ഹോൾ പ്രഗ്നൻസി നമ്മുടെ ഹോൾ പ്രഗ്നൻസി പീരിയഡിൽ നമ്മൾ സെക്കൻഡ് ട്രൈമസ്റ്റർ എന്നുള്ള സംഭവം നമ്മൾ വായിന്ന് നമ്മുടെ ഇച്ചിരി സ്ലിപ്പ് ഓഫ് ടങ് ആയിരിക്കും. അതായത് നമ്മുടെ വായിന്ന് തെറ്റിപ്പോകും, കുഴഞ്ഞു.
ഞാൻ ഇടയ്ക്കൊക്കെ സെക്കൻഡ് സെമിസ്റ്റർ എന്നൊക്കെ പറയായിരുന്നു. അതുപോലെ ഞാൻ മാത്രമല്ല, എൻ്റെ ഡോക്ടേഴ്സ് വരെ ചിലപ്പോൾ സെക്കൻഡ് സെമിസ്റ്റർ എന്ന് പറയായിരുന്നു. സോ ഈ ട്രൈമസ്റ്ററും സെമിസ്റ്ററും ഇടയ്ക്ക് ഇങ്ങനെ വരും വായില്. സോ അതുകൊട്ടെ ഞാൻ എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യെസ് നഴ്സിംഗ് ബ്രാ. സോ നിങ്ങളുടെ ആ സെക്കൻഡ് ട്രൈമസ്റ്റർ തൊട്ട് നിങ്ങളുടെ ബോഡി ചേഞ്ച് ആവും, നിങ്ങളുടെ ബസ്റ്റ് സൈസ് ഇൻക്രീസ് ആവും. പിന്നെ അത് മാത്രമല്ല, നിങ്ങളുടെ വയറ് വല്ലാതെ ഇങ്ങനെ വലുതാവാൻ തുടങ്ങും. സോ നിങ്ങൾ സാധാരണ ഇട്ടുകൊണ്ടിരുന്ന ഡ്രസ്സസോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാ ഒക്കെ നിങ്ങൾക്ക് ടൈറ്റ് ആയിട്ട് തോന്നും, എസ്പെഷ്യലി ഈ അണ്ടർ ബസ്റ്റ് ഒരു ബാൻഡ്. സോ ഈ മെറ്റർണിറ്റി ബ്രാൻഡ് ഒരു നല്ലൊരു ഗുണം എന്ന് വെച്ചാൽ അതിന്റെ ആ ബാൻഡ് നിങ്ങൾ ചെക്ക് ചെയ്യണം. അതിന് നമ്മുടെ ഈ സ്പോർട്സ് ബ്രായുടെ പോലത്തെ ഒരു മെറ്റീരിയൽ ആയിരിക്കും. സോ ദാറ്റ് ഈസ് വെരി നൈസ് ഫോർ യുവർ ഈ അപ്പർ ചെസ്റ്റ് ഏരിയയിൽ നിങ്ങൾക്കത് ഒത്തിരി ഹെവി ആയിട്ട് തോന്നത്തില്ല, ഒത്തിരി ടൈറ്റ് ആയിട്ട് തോന്നത്തില്ല. സോറി, എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ കിടക്കുന്നത് ബിക്കോസ് ഐ എം ഇൻ മൈ 36th വീക്ക് ആൻഡ് ഇറ്റ് ഈസ് വെരി നോർമൽ. ഇങ്ങനെ കിതപ്പുണ്ട്, ഇങ്ങനെ ശ്വാസം മുട്ടലുണ്ട്, ഓൾവേസ് ഒരു ബ്രെത്ത്ലെസ്നെസ് ഉണ്ട്, അതാണ്. ഓക്കെ, യെസ്. സോ മെറ്റർണിറ്റി ബ്രാസ് നിങ്ങൾ എടുത്തിരിക്കണം. നിങ്ങൾക്ക് ഡെയിലി യൂസ്, ഫോർ എക്സാമ്പിൾ ഞാൻ കുറേ നാളായിട്ട് ഇപ്പോൾ മെറ്റർണിറ്റി ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് വെരി ഗുഡ് ഫോർ മീ. നിങ്ങളുടെ പണ്ടത്തെ സൈസിനെക്കാട്ടും ഒത്തിരി വലിയ സൈസാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ബിക്കോസ് നിങ്ങൾ ഓർക്കും, അയ്യോ ഇത്ര വലിയ സൈസ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് നോ, ഇറ്റ്സ് ഓക്കെ, യു ബൈ ദം. ബിക്കോസ് നിങ്ങൾക്ക് കംഫർട്ടാണ് വേണ്ടത്. ബിക്കോസ് എൻ്റെ ഒരു സിറ്റിംഗ് ജോബാണ്, അതായത് എൻ്റെ ഓഫീസ് ജോബാണ്. സോ ഐ എം ഓൾവേസ് സിറ്റിംഗ്. സോ ഈ ഇരിക്കുമ്പം ഐ യൂസ് ടു ഡു ലൈക്ക് ദിസ് പണ്ടൊക്കെ ലൈക്ക്. ബട്ട് ദെൻ മെറ്റർണിറ്റി ബ്രാ ആകുമ്പോൾ യു ഫീൽ എ ബിറ്റ് ഫ്ലെക്സിബിലിറ്റി. സോ ദാറ്റ്സ് ദ തിങ്. ഓക്കെ, സോ നിങ്ങൾ മെറ്റർണിറ്റി ബ്രാ മേടിക്കാൻ ആദ്യം മടിക്കില്ല, മേടിച്ചോണം. ദെൻ ടവൽ പ്രിഫർ, വൈറ്റ് ഇസ് നോട്ട് പ്രിഫേർഡ്. ടവൽ, ഡാർക്ക് ടവൽസ്, ഇതും ഒരു പാരന്റ് ക്രാഫ്റ്റ് ക്ലാസ്സിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്തത് റീസൺ എന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ വൈറ്റ് ടവൽസ് ഫോർ മദർ ആൻഡ് ഫോർ ബേബി നിങ്ങൾ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുവാണെങ്കിൽ അവരത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും ദാറ്റ് ഇറ്റ് ഇസ് ദെയർ ടവൽ, അവരുടെ ടവലാണ്. ബിക്കോസ് ഹോസ്പിറ്റൽ ടവൽസ് വൈറ്റ് ആണല്ലോ. അപ്പോൾ അത് അവരെടുത്തോണ്ട് പോകുമായിരിക്കും. സോ ഡോണ്ട് ബ്രിങ്, ഈ മിഡ് വൈഫ് പറഞ്ഞതാണ്, ഡോണ്ട് ബ്രിങ് വൈറ്റ് ടവൽസ്, ബേബിക്കും നിങ്ങൾക്കും. സെക്കൻഡ് മെയിൻ റീസൺ ഇസ് നിങ്ങൾ ബ്ലീഡിങ് ആയിരിക്കും ആ ഒരു ബർത്തിന്റെ സമയത്ത്. സോ നിങ്ങളെ തുടയ്ക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ വൈപ്പ് ചെയ്യാനോ ഒക്കെ it will be all stained with blood, full blood ആയിരിക്കും. So it's better not to carry white or light colors. Take dark color towels, for example brown, red, whatever. ഞാൻ ഇതിലിപ്പോൾ പാക്ക് ചെയ്തിട്ടില്ല ബിക്കോസ് ദാറ്റ് ഇസ്, അത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. വലിയ ടവൽ, ഡാർക്ക് കളേഴ്സ് എടുക്കണം. ഓക്കെ, ദെൻ വി ഹാവ് ഫേസ് ക്ലോത്ത്, ഫേസ് ടവൽ ഓർ സ്പഞ്ച്. ടേക്ക് ഫേസ് ടവൽസ്. ഓക്കെ, അതാണ് ടവലിന്റെ ഒരു റീസൺ. സോ ഫേസ് ക്ലോത്ത്, ഫേസ് ടവൽസ് അതൊക്കെ എടുക്കണം. ബോക്സ് ഓഫ് ടിഷ്യൂസ്, യെസ്, ഇതിനകത്ത് എവിടെയോ ഒരു ബോക്സ് ഓഫ് എൻ്റെ ടിഷ്യൂസ് ഉണ്ട്, അത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. ടേക്ക് വെറ്റ് വൈപ്സ് ഓൾസോ. ഓക്കെ, പിന്നെ പേഴ്സണൽ ടോയ്ലറ്ററീസ്, ട്രാവൽ സൈസ്. ഓക്കെ, അതായത് നിങ്ങളുടെ വാട്ട് എവർ ടോയ്ലറ്ററീസ് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എടുക്കാം. ലൈക്ക് ബിക്കോസ് അവിടെ അങ്ങനെ കിട്ടത്തൊന്നുമില്ല. അവിടെ താഴെ ഒരു ചെറിയ ഒരു കടയുണ്ട്, ലൈക്ക് ചെറിയ സൂപ്പർ മാർക്കറ്റ് പോലെ, സൂപ്പർ മാർക്കറ്റ് അല്ല, ചെറിയ കൺവീനിയൻസ് സ്റ്റോർ പോലെ. അവിടെ നിങ്ങൾക്ക് ഐറ്റംസ് ഒക്കെ കിട്ടും, ലൈക്ക് ക്രീമും ഷാമ്പൂ എല്ലാം കിട്ടും. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ട്രാവൽ സൈസ് ആയിട്ട് ഒരു പൗച്ചിനകത്ത് കൊണ്ടുപോകാം. എനിത്തിങ്, ഷവർ ജെൽ, സോപ്പ്, ഷാമ്പൂ, കണ്ടീഷണർ, ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ ഡിയോഡ്രൻറ്റ്, ടൂത്ത് ബ്രഷ്, ടൂത്ത് പേസ്റ്റ്, മൗത്ത് വാഷ്, ബ്രെത്ത് ഫ്രഷ്നർ, ലിപ് ബാം, ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊണ്ടുപോകാം. പിന്നെ ബ്രഷ് ഓർ കോംബ്, ഷീപ്പ് കൊണ്ടുപോകണം. പിന്നെ നിങ്ങളുടെ സ്ക്രഞ്ചീസ്, സോറി ബേബി ഇടയ്ക്ക് ഹൈ തരുന്നതാണ്, നിങ്ങൾക്ക് ഹൈ പറയുന്നതാണ്. സോ നിങ്ങളുടെ കോംബ് ആൻഡ് എവറിത്തിങ്. പിന്നെ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, പ്ലാസ്റ്റിക് ബാഗ് ഫോർ ഡേർട്ടി ലോണ്ടറി. അതായത് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന നമ്മുടെ ബ്ലാക്ക് ഗാർബേജ് ബാഗ്സ്. ഓക്കെ, അത് നിങ്ങൾ മറ്റേ വലിയ സൈസ് കൊണ്ടുപോകണം. ബിക്കോസ് നിങ്ങളുടെ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മദറിന്റെ സ്റ്റെയിൻഡ് ബ്ലഡ് ഉള്ള ക്ലോത്ത്സ് കാണും, ആൻഡ് അത് നല്ല ബ്ലഡ് കുറെ കാണും എന്നാണ് അവർ പറയുന്നത്. സോ ഇറ്റ്സ് ബെറ്റർ നമ്മുടെ ക്ലോത്ത് ബാഗ്സിലൊന്നും വെക്കല്ല. ബിക്കോസ് ബൈ ദ ടൈം നമ്മൾ പാർക്കിങ്ങിലോ ബസ് സ്റ്റോപ്പിലോ എത്തുമ്പോഴത്തേക്ക് നിങ്ങളുടെ ആ ബാഗ് തന്നെ ഒരളിഞ്ഞ അവസ്ഥയായിരിക്കും. സോ laundry, garbage bag. Okay, so okay. പിന്നെ ഇതായിരുന്നു ഫോർ ബർത്ത്. ഫോർ ഹോസ്പിറ്റൽ സ്റ്റേ 2 pajamas, high waisted or 2 night dresses, 2 nursing bra. ഇതൊക്കെ അല്ലെങ്കിൽ 2 ആണ്, നേരത്തെ എല്ലാം 1 ആയിരുന്നു. ഓക്കെ, ദെൻ ടവൽസ് അഗൈൻ സെയിം റിപ്പീറ്റേഷൻ ആണ്, പക്ഷേ ഐ ആം ജസ്റ്റ് ടെല്ലിങ്. പാന്റീസ്, നെറ്റ്, ഹൈ വേസ്റ്റഡ് ഇഫ് കോട്ടൺ. പോസ്റ്റ് പാർട്ടം പാന്റീസ്, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഞാനത് കാണിക്കാം. മെറ്റർണിറ്റി പാഡ്സ്, പെരി ബോട്ടിൽ. ഇപ്പൊ ഞാൻ ഇതിപ്പോ തപ്പുമ്പം കിട്ടത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് ആദ്യം വായിക്കുന്നത്. സോ ഇതെല്ലാം കുറെയൊക്കെ എല്ലാം എടുത്തിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കാം. ഓക്കെ, പെരി ബോട്ടിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡെലിവറി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഇന്റിമേറ്റ് ഏരിയയിൽ, നമ്മുടെ അതായത് വജൈനയിലൊക്കെ നമ്മുടെ അവിടെ ക്ലീൻ ചെയ്യാൻ ആ ബോട്ടിലിനകത്ത് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ക്ലീൻ ചെയ്യുന്നത്. സോ അതെല്ലായിടത്തും ഉള്ള ഒരു സംഭവമാണ്. പിന്നെ ടോയ്ലറ്ററീസ്, മേക്കപ്പ്. യെസ്, ഇഫ് യു ക്യാൻ
ഡു മേക്കപ്പ്, ടേക്ക് യുവർ മേക്കപ്പ് കിറ്റ്. ഡ്രസ്സിംഗ് ഗൗൺ, ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഫീഡിംഗ് ഡ്രസ്സാണ് കേട്ടോ. ദെൻ പില്ലോ, നഴ്സിംഗ് പില്ലോ, ക്യാമമൈൽ ടീ, ഷുഗർ. ഇവിടെ ഞാൻ ഈയിടെ അറിഞ്ഞ സംഭവമാണ്, മാറ്റത്തെ ഹോസ്പിറ്റലിൽ ദേ വിൽ നോട്ട് ഹാവ് ഷുഗർ. അവരുടെ ഷുഗർ ഇല്ല. അതെന്തോ ഒരു റൂളാണ്, ഐ ഡോണ്ട് നോ. എന്നോട് ആരോ അത് പറഞ്ഞു തന്നായിരുന്നു, പക്ഷെ ഞാൻ ആ ഒരു റീസൺ മറന്നുപോയി. ഷുഗർ അങ്ങനെ അവർ വെക്കത്തില്ല. സോ നമ്മൾ ഷുഗർ കൊണ്ടുപോകണം. ഓക്കെ. പിന്നെ എന്തെങ്കിലും കട്ട്ലറി ആവശ്യമില്ല, അവിടെ ഉണ്ട്. ബട്ട് സ്റ്റിൽ ടേക്ക് സ്പൂണും ഫോർക്കും ഒക്കെ കൊണ്ടുപോകണം. ഓക്കെ. സ്മോൾ വാട്ടർ ജഗ്, ഇതൊക്കെ ഓപ്ഷനാണ്. ചില ഐറ്റംസ് ഒക്കെ ഇതിനകത്ത് സ്റ്റാർ എഴുതിയിട്ടുണ്ട്, അതൊക്കെ ഓപ്ഷനാണ്. ഈവൻ നഴ്സിംഗ് പില്ലോ ഇതൊക്കെ ഓപ്ഷണൽ ആണ്. ഓക്കെ. പിന്നെ ഡ്രിങ്കിങ് വാട്ടർ, ജ്യൂസ്, ഐസോട്ടോണിക് ഡ്രിങ്ക്സ്, ജ്യൂസിലും പെയർ, പീച്ച് ഓർ ആപ്രിക്കോട്ട്. ഹെൽത്തി സ്നാക്സ് കൊണ്ടുപോകണം എന്തെങ്കിലും, ബിക്കോസ് വിശക്കും. അതിന് അവർ ഏതൊക്കെ ഓഡ് സമയത്താണ് ഫുഡ് തരുന്നത്. വൈകിട്ടത്തെ ഡിന്നറൊക്കെ 5 മണിയാകുമ്പോൾ കിട്ടും. 6 മണിയാകുമ്പോൾ അവർ ചോദിക്കാൻ തുടങ്ങും, കഴിഞ്ഞോ. ആൻഡ് ദെൻ നിങ്ങൾ ഇഫ് യു ആർ അവേക്ക്, ലൈക്ക് കുറേ നേരത്തേക്ക് നിങ്ങൾ ഉറങ്ങുന്നില്ലെങ്കിൽ യു വിൽ സ്റ്റാർട്ട് ഫീലിംഗ് ഹംഗ്രി. അപ്പം ക്യാരി സം സ്നാക്സ് വിത്ത് യു. ഓക്കെ. എന്തെങ്കിലുമൊക്കെ സ്നാക്സ് വെച്ചേക്കണം. പ്രോട്ടീൻ ആൻഡ് എനർജി ബാർസ് ആൻഡ് സ്വീറ്റ്സ്. അതെ, ഡയബറ്റീസ് ഉള്ളവർക്ക് വേണ്ടി നല്ല ഓപ്ഷനാണ് സ്വീറ്റ്സ്. സോ നോ, ഇഫ് യു ഡയബറ്റീസ് ഒന്നും ഇല്ലാത്തവർ ഇതൊക്കെ ഫോളോ ചെയ്യാം. ഓക്കെ. സോ ഇതാണ് മദറിന് വേണ്ടിയിട്ടുള്ളത് ഡ്യൂറിങ് ബർത്ത് ആൻഡ് ഹോസ്പിറ്റൽ സ്റ്റേ. പിന്നെ ഫോർ ബേബിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ബർത്തിന്റെ സമയത്ത് 2 ന്യൂ ബോൺ നാപ്പീസ്, 1 ടവൽ, അഗെയിൻ ഡാർക്ക്, ബിക്കോസ് കൊച്ചു ജനിച്ചു വരുമ്പം കൊച്ചിന്റെ മേത്തൊക്കെ ബ്ലഡും അതും കാണുമല്ലോ. സോ നോട്ട് വൈറ്റ്, നേരത്തെ പറഞ്ഞ റീസൺ തന്നെ. പെയർ ഓഫ് മിറ്റൻസ്, നമ്മുടെ ഞാനിവിടെ പറയുന്ന കയ്യിലിരുന്ന സോക്സ്. സോ മറ്റേ മിറ്റൻസ്, 1 ബേബി ഗ്രോ, 1 വെസ്റ്റ്, എല്ലാം കോട്ടൺ. ഓക്കെ. സോക്സ്, ഹാറ്റ് ഓർ എ ബോണറ്റ്, ഷോൾ ഓർ എ ബ്ലാങ്കറ്റ്, ബിക്കോസ് AC-യുടെ ടെമ്പറേച്ചർ അത് നല്ല തണുപ്പായിരിക്കും. കോട്ടൺ വൂൾ ഓർ കോട്ടൺ പാഡ്സ്, ഇതൊക്കെ ഫ്രണ്ടിലുള്ളതുകൊണ്ട് കാണിക്കാം. കോട്ടൺ പാഡ്സ്. ബേബി കോം, ബേബി ഷാംപൂ, ബേബി ഓയിൽ, എല്ലാം ട്രാവൽ സൈസ്. ബേബി ലിക്വിഡ് സോപ്പ് ആൻഡ് സ്മോൾ ബേസിനും കാണിച്ചു തരാം. കുളിപ്പിക്കുന്ന ഒരു സെറ്റപ്പ്, അതായത് കുളിപ്പിക്കുകയല്ല, നമ്മൾ മറ്റേ അംബ്ലിക്കൽ കോഡ് പോകുന്ന വരെ കുളിപ്പിക്കുന്നില്ല, ബട്ട് നമ്മൾ വൈപ്പ് ചെയ്യും. സോ അതിനൊരു ഇവിടെ ഒരു സ്പെഷ്യൽ ബേസിനുണ്ട്. അത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല, ഇവിടെ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിന് ടോപ്പ് ആൻഡ് ടെയിൽ അതാണ് പറയുന്നത്. ഓക്കെ. ആൻഡ് ഡ്യൂറിംഗ് ദ സ്റ്റേ, ബേബിയുടെ സ്റ്റേയുടെ സമയത്ത് അഗൈൻ 1 പാക്ക് ഓഫ് ന്യൂ ബോൺ ബേബീസ്. നേരത്തെ 2 ആയിരുന്നു, ഇപ്പോൾ ഒരു പാക്ക് കൊണ്ടുപോകണം. ഓക്കെ. 2 ടവൽസ്, നാപ്പി ബാഗ്സ്, ഡേർട്ടി നാപ്പിന് വേണ്ടിയിട്ടുള്ള നാപ്പി ബാഗ്സ്, അതിന് ഞാൻ ഇതന്നെ റെഡി ചെയ്യുന്നത്. 2 pair of socks, 2 pair of mittens, 2 cotton vest, 2 baby grows, baby changing mat, അത് ഞാൻ കാണിച്ചു തരാം. Cotton pads, wipes, water wipes. Okay. Microwave sterilizing bags, 2 to 3 feeding bottles, washing liquid for bottles, and bottle brush. ഓക്കെ, ഞാനത് ഓർത്തു എൻ്റെ ലിസ്റ്റിൽ ഇല്ലാത്ത സംഭവമാണ്. പിന്നെ ഫാദറിന് വേണ്ടിയിട്ടുള്ളതാണ് ടീഷർട്ട്, എനിത്തിങ് ചേഞ്ച് ഓഫ് ക്ലോത്ത്സ്, ടവൽ, ഡിയോഡറൻറ്റ്, സ്ലിപ്പർ, ഫ്ലിപ്പ് ഫ്ലോപ്പ്, ബ്ലാങ്കറ്റ്, ബിക്കോസ് ബ്ലാങ്കറ്റ്, ഗ്ലാസ്, സ്നാക്സ്, ചാർജർ, ഇതൊക്കെ സെയിം ഐറ്റംസ്. ആൻഡ് ലീവിംഗ് ഹോസ്പിറ്റൽ കാറ്റഗറിയിൽ കാരിയർ സീറ്റ്, അതായത് കാർ സീറ്റ്, ആൻഡ് ക്ലോത്ത്സ് ഫോർ ലീവിംഗ് ദി ഹോസ്പിറ്റൽ, ബേബിക്കും മദറിനും. ആൻഡ് വാട്ട് യു ഷുഡ് നോട്ട് ബ്രിങ് ആൻഡ് യു മസ്റ്റ് റിമൂവ് ബിഫോർ യു ആർ അഡ്മിറ്റഡ്. നിങ്ങൾ അഡ്മിറ്റ് ആവുന്ന മുന്നേ കൊണ്ടുവരേണ്ടാത്ത സാധനങ്ങളാണ് നിങ്ങളുടെ ജ്വല്ലറി, എന്തെങ്കിലും മാല, കമ്മൽ, വള, മോതിരം, ഇതൊക്കെ. പിയേഴ്സിങ്സ്, ആർക്കെങ്കിലും പിയേഴ്സിങ്സ് ഉണ്ടെങ്കിൽ അത്, എസ്പെഷ്യലി ഇവിടെ കുറെ ആൾക്കാർക്ക് ഇവിടെ ആയിട്ട് കുറെ പിയേഴ്സിങ്സ് ഉണ്ടല്ലോ, അതെല്ലാം റിമൂവ് ചെയ്യണം. നെയിൽ പോളിഷ് ആൻഡ് ഈവൻ ഫോൾസ് നെയിൽസ്, അതായത് നമ്മുടെ ഫോൾസ് നെയിൽസ്. ഓക്കെ. പിന്നെ ഇവിടെ ടിപ്സ് ഫ്രം യുവർ ഫ്രണ്ട്ലി മിഡ്വൈഫ്. അറ്റ് ദ ടോപ്പ് ഓഫ് യുവർ ബാഗ് കീപ് എ സ്മോളർ ബാഗ് കണ്ടെയ്നിങ് ഓൾ യുവർ എസെൻഷ്യൽസ് ഫോർ ഷവർ ആൻഡ് എ ചേഞ്ച് ഓഫ് ക്ലോത്ത്സ്. Same applies to your baby bag. Plan your first meal after birth as you both will be hungry. ഇതിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ട്, എന്നെ ഫുഡൊന്നും കിട്ടത്തില്ല, ആർക്കറിയാം. ബട്ട് ഇപ്പൊ ഞാനിപ്പോൾ പോയി കഴിഞ്ഞാലേ കുറേ കാര്യങ്ങൾ അറിയത്തുള്ളൂ. ബട്ട് സ്റ്റിൽ അപ്പൊ ഇതാണ് ഞാൻ വായിച്ച് കേൾപ്പിച്ച സംഭവങ്ങൾ. സോ ലെറ്റ് സീ നമ്മുടെ ബാഗിനകത്ത് എന്തൊക്കെയുണ്ട്. സോ ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്ന പോലെ ഈ മെറ്റർണിറ്റി പാൻറ്റീസ്, ഡിസ്പോസിബിൾ പാൻറ്റീസ്, ഇതിങ്ങനെയായിരിക്കും. സോഫ്റ്റ് മെറ്റീരിയൽ, മേഷ് മെറ്റീരിയലിലാണ് മേടിക്കേണ്ടത്. ഓക്കെ. അപ്പൊ ഇങ്ങനെ നിങ്ങളിപ്പോ പാമേ പോവാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ലൂസായിട്ട് നിങ്ങൾക്ക് കാണാം. ഇത് ഞാൻ പാമേന്ന് മേടിച്ചാണ്, ഈ ബ്രാൻഡിന്റെ. എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ 2 എണ്ണം മേടിച്ചു. സോ നിങ്ങളിങ്ങനെ ഗ്രീൻ വരെയുള്ള എവിടെയെങ്കിലും കാണുവാണെങ്കിൽ ഇതാണ് മേടിക്കേണ്ടത്. സോ ബേസിക്കലി ഇങ്ങനെയാണ്, ഇതിന്റെ അകത്താണ് നിങ്ങൾ മെറ്റർണിറ്റി പാഡ്സ്, ഹെവി ഡ്യൂട്ടി പാഡ്സ് ഇങ്ങനെ വെക്കേണ്ടത്. ഇത് നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മളിത് കളയുവാണ് ചെയ്യേണ്ടത്. സോ ബേസിക്കലി ഇങ്ങനെ ഇരിക്കും. ഓക്കെ. ഇത് സി സെക്ഷൻ ആണെങ്കിലും അവർക്കും പറ്റും, നോർമൽ വജൈനൽ ഡെലിവറി ആണെങ്കിൽ അവർക്കും പറ്റും. ഓക്കെ. സോ ഇത് ഒത്തിരി ഒന്നും മേടിച്ചു വെക്കല്ലേ, ബിക്കോസ്
നിങ്ങളുടെ ഫ്ലോ അനുസരിച്ച് നിങ്ങൾ മേടിച്ചാൽ മതി. ബിക്കോസ് ഇൻ കേസ് നിങ്ങൾക്ക് ഇത് തീർന്നു പോയാലും താഴത്തെ കടയിൽ കിട്ടും. താഴത്തെ മറ്റേ കൺവീനിയൻസ് സ്റ്റോർ പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അവിടെ കിട്ടും. ഓക്കെ, സോ ഇതാണ് മെറ്റേണിറ്റി ഡിസ്പോസിബിൾ പാൻറ്റീസ് ലിസ്റ്റിനകത്തുണ്ടായിരുന്നത്. ഇതാണ് മറ്റേ മെറ്റേണിറ്റി പാഡ്സ്, ഇങ്ങനെ വലിയ പാഡ്സ്. സോ ഇത് നിങ്ങൾക്ക് ആവശ്യം വരും. പിന്നെ നേരത്തെ പറഞ്ഞിരുന്ന സോക്സ്, ഫേസ് ടിഷ്യൂസ്, പിന്നെ ക്ലോത്ത്സ്, പിന്നെ അതിനകത്ത് ബേബി ഓയിൽ. ഇതൊരു പാക്കായിട്ട് കിട്ടും കേട്ടോ. ഇത് എനിക്ക് പാമയിൽ ചെന്നപ്പം ഒരു അമ്മയും കുഞ്ഞിനെയും കണ്ടപ്പോൾ ഞാൻ അവരോട് ഒരു ഡൗട്ട് ചോദിച്ചപ്പോൾ അവരെനിക്ക് സജസ്റ്റ് ചെയ്ത ഒരു സംഭവമാണ്. സോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന ഏതെങ്കിലും റാൻഡം പേഴ്സൺ ആണെങ്കിലും നിങ്ങൾ ചോദിക്കുക. പീപ്പിൾ വിൽ ഹെൽപ്പ് യു. അവർ ഇപ്പം അമ്മമാരൊക്കെ അവരുടെ എക്സ്പീരിയൻസ് പറഞ്ഞത്. ബിക്കോസ് നമ്മൾ ഏതെങ്കിലും റാൻഡം ബ്രാൻഡ് മേടിക്കുന്നതിനെക്കാട്ടും ഒത്തിരി ബെറ്റർ ആണ് അമ്മമാർ യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുന്നത്. സോ ഞാൻ ആക്ച്വലി ഞാൻ ഇതിനും ബോട്ടിൽ ക്ലീനർ, ഹെയർ ആൻഡ് ബോഡി ക്ലെൻസിങ് ജെൽ, അതായത് നമ്മുടെ വാഷ് ചെയ്യുന്ന ലിക്വിഡ്, ഇതൊക്കെ ഞങ്ങൾ വലിയ ബോട്ടിൽ മേടിച്ചു. ഞങ്ങൾ ആദ്യം വെച്ചായിരുന്നു. ബട്ട് ദെൻ ഇങ്ങനെ ഒരാൾ സജസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ പിന്നെ ട്രാവൽ സൈസ് മേടിച്ചു. ബിക്കോസ് ഹോസ്പിറ്റലിൽ ഇത്ര ചെറിയ സൈസിന്റെ ആവശ്യമുള്ളൂ. സോ ഈ ട്രാവൽ സൈസിൽ കിട്ടുന്നതാണ് ക്ലെൻസിങ് വാട്ടർ, ജെന്റൽ ക്ലെൻസിങ് ജെൽ, ഹെയർ ആൻഡ് ബോഡി. പിന്നെ ഇതിനകത്തുണ്ട് ഒരു വിറ്റാമിൻ ബാരിയർ ക്രീം, അതായത് മറ്റേ നാപ്പി ക്രീം, ഈ നാപ്പി റാഷ്, ഡൈപ്പർ റാഷ് ആവാതിരിക്കാൻ. ആൻഡ് ദിസ് ഇസ് വൺ ബോഡി ലോഷൻ. അപ്പം ഇതിനകത്ത് ഈ ചെറിയ ഒരു ട്രാവൽ സൈസ് കിറ്റിൽ ഈ 4 സംഭവമാണ് വരുന്നത്. അപ്പൊ ഇത് ഇനഫാണ്. ലോഷൻ, നാപ്പി ക്രീം, ജെൽ, അതായത് ക്ലെൻസിങ് ജെൽ, ആൻഡ് പിന്നെ ഒരു ക്ലെൻസിങ് വാട്ടർ. ഇത് മറ്റേ വാട്ടർ വൈപ്സിന്റെ ഒരു ഫംഗ്ഷൻ തന്നെയാണ്, പക്ഷെ വാട്ടർ ആയിട്ടുണ്ട്. ഓക്കെ, ഇത് കൂടാതെ ബേബി ഓയിൽ ഒരു റിക്വയർമെന്റ് ഉണ്ട്. അപ്പൊ ഞാൻ ഇത് സെപ്പറേറ്റ് ആയിട്ട് കുഞ്ഞു സൈസ് മേടിച്ചു. പിന്നെ നമ്മള് നാട്ടിൽ നിന്ന് നമ്മൾ മറ്റേ ബേബിക്കുള്ള വരുത്തുന്നുണ്ട്, മറ്റേ ആയുർവേദിക് പ്രസവരക്ഷ, നമ്മൾ ആ സംഭവങ്ങൾ മേടിക്കുമ്പോൾ അവിടുന്ന് മേടിക്കുന്നുണ്ട്. ഇത് പക്ഷേ അതൊന്നും നമുക്ക് അവിടെ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ ഹോസ്പിറ്റലിൽ. സോ നമ്മൾ ഇവിടുത്തെ ഒരു സംഭവം നമ്മൾ മേടിച്ചിട്ടുണ്ട്, ബേബി ഓയിൽ. ഇതെല്ലാം മുസ്റ്റെല, ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്ന കറക്റ്റ് ആണെന്ന് അറിയത്തില്ല, MUSTELA. ഈ ബ്രാൻഡ് മുസ്റ്റെല എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ്, മസ്റ്റെല ബ്രാൻഡാണ്. ഇത് നല്ല മോം റെക്കമെൻഡഡ് ബ്രാൻഡാണ്. സോ ഇതാണ് ഞാൻ ക്യാരി ചെയ്തേക്കുന്നത്. ഓക്കെ, ആൻഡ് ദെൻ യെസ്, പിന്നെ വേറൊരു സംഭവം, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രൈവറ്റ് പാർട്സ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോട്ടിൽ, പെരി ബോട്ടിൽ. ഇത് മസ്റ്റ് ആണ്. നമുക്ക് ടിഷ്യൂ, ഇവിടെ എല്ലാം ടിഷ്യൂസ് കൊണ്ടാണല്ലോ നമ്മൾ വൈപ്പ് ചെയ്യുന്നത്. നമ്മൾ സോ പക്ഷേ അന്നേരം അങ്ങനെ വൈപ്പ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇതിനകത്ത് നമ്മൾ വെള്ളം ഫില്ല് ചെയ്യുക. നമ്മുടെ നാട്ടിലൊക്കെ ആമസോണിലൊക്കെ കിട്ടും. നമ്മൾ ട്രാവൽ പർപ്പസ് യൂറോപ്പിൽ നമ്മൾ വെളിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവം മേടിക്കും. വേറെന്തോ പറയുന്നത്, ബിഡില്ല സംതിങ്, ഓർമ്മയില്ല. പക്ഷെ ഇതാണ് പെരി ബോട്ടിൽ. ഇങ്ങനെ വെള്ളം നിറയ്ക്കുക, അതിന്റെ ഇങ്ങനെ യൂസ് ചെയ്യാം ഇതിന്. സോ ഇത് ഞാൻ ടെമൂന്ന് മേടിച്ചതാണ്. സോ ഇത് ഇമ്പോർട്ടന്റ് ആണ്. സോ പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഇൻ കേസ് നിങ്ങൾ ബ്രസ്റ്റ് ഫീഡിങ് ആണെങ്കിൽ, ആൻഡ് ഇൻ കേസ് നിങ്ങൾ ഫോർമുല മിൽക്ക് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഫീഡിംഗ് ബോട്ടിൽ വേണം. അത് ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് ഫോർമുല മിൽക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വേണം. ബ്രസ്റ്റ് ഫീഡിങ് ആണെങ്കിൽ പോലും ഫീഡിംഗ് ബോട്ടിലിന്റെ ആവശ്യം വരുന്നത് ബിക്കോസ് നിങ്ങൾ എവിടെയും ട്രാവൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ രാത്രി നിങ്ങൾ ഫീഡ് ചെയ്യാനാണെങ്കിൽ അന്നേരം നിങ്ങൾക്ക് ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രസ് ചെയ്ത് വെക്കാം. എന്നാൽ നിങ്ങൾക്കത് സ്റ്റോറേജ് ബാഗ്സ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. സോ അപ്പം ഈ ഫീഡിംഗ് ബോട്ടിൽ സ്റ്റെറിലൈസ് ചെയ്യുന്ന ഇവിടെ കുറെ ടെക്നിക്സ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മൾ വലിയൊരു കുഞ്ഞിനുള്ള ഒരു വലിയൊരു പാത്രം, അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ. എന്നിട്ട് നമ്മൾ ആ പാത്രം ഈ സ്റ്റെറിലൈസ് ബോട്ടിൽ ടോയ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കും. പണ്ട് തൊട്ട് അങ്ങനെ ആ രീതി ഇപ്പം സ്റ്റെറിലൈസർ ഒക്കെ നാട്ടിലും ഉണ്ട്. ഇവിടെ കുറച്ച് ടെക്നിക്സ് ഉണ്ട്. ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനത്തെ ബാഗ്സ് ഉണ്ട്, മൈക്രോവേവ് സ്റ്റെറിലൈസേഷൻ ബാഗ്. ഇതിങ്ങനെ ഒരു പാക്കറ്റ് ആയിട്ട് കിട്ടും. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ മൈക്രോവേവിൽ തന്നെ ഒരു ബോക്സ് പോലെ ഒരു സംഭവം കിട്ടും. മൈക്രോവേവ് സ്റ്റെറിലൈസേഷൻ കിറ്റോ സംതിങ് അങ്ങനെ എന്തോ പറയുന്നത്, സ്റ്റെറിലൈസർ, മൈക്രോവേവ് സ്റ്റെറിലൈസർ. അപ്പൊ അതിനകത്ത് ഒരു ബോക്സ് പോലെയാണ്. ബോക്സിൽ താഴെ ഒരു ബേസ്, അതിലിങ്ങനെ നമ്മൾ വാഷ് ആൻഡ് റിൻസ് ക്ലീൻ ബോട്ടിൽസ് നമ്മൾ ഇങ്ങനെ വെക്കുക, അതിനകത്ത് വെള്ളം നിറയ്ക്കുക, എന്നിട്ട് നമ്മൾ അടച്ചു വെക്കുക, എന്നിട്ട് നമ്മൾ മൈക്രോവേവിൽ നമ്മൾ 3 മിനിറ്റ് സ്റ്റെറിലൈസ് ചെയ്യുക, മൈക്രോവേവ് ചെയ്യുക. ഇത് 3 മിനിറ്റ് ആണ്. ഇത് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് നമ്മുടെ മൈക്രോവേവ് കപ്പാസിറ്റി അനുസരിച്ചാണ് ടൈം മാറുന്നത്. പക്ഷേ ബേസിക്കലി 3 മിനിറ്റ് ആണ്. ആൻഡ് ദെൻ നമ്മുടെ ഇലക്ട്രിക് ഉള്ള സംഭവം ഉണ്ട്, അത് വെരി ഈസി. നമ്മളത് ഓൺ ചെയ്യുക, നമ്മളത് സ്റ്റെറിലൈസ് ചെയ്യുക. അപ്പം ഇതെന്തായാലും ഹോസ്പിറ്റൽ യൂസിനൊക്കെ ഇത് വേണം. ബിക്കോസ് നമ്മൾ സ്റ്റെറിലൈസർ ഒന്നും മേടിച്ച് വെച്ചാൽ പോലും നമ്മൾ അതൊന്നും അല്ല കൊണ്ടുപോകുന്നത്.
സോ ഇത് ബേസിക്കലി ഇത് നമുക്ക് ഒരു ബാഗ് 20 ടൈംസ് യൂസ് ചെയ്യാം. ആൻഡ് ഓരോ തവണ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ടിക്ക് ചെയ്യാം, ഐ മീൻ ക്രോസ് ചെയ്ത് വെക്കാം. സോ ദാറ്റ് നമുക്ക് ഓർമ്മയിരിക്കാം. സോ ഇതിനകത്ത് ബേസിക്കലി നമ്മൾ ഇത് ഹോസ്പിറ്റൽ ബാഗ് കൊണ്ടുവന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അവിടെ സ്റ്റെറിലൈസ് ചെയ്യാൻ ഇതാണ് ഒത്തിരി ഈസി ഓപ്ഷൻ, ബിക്കോസ് ക്യാരി ചെയ്യാനും അങ്ങനെ. അപ്പം ഇതിനകത്ത് നമ്മൾ വാഷ്ഡ് ബോട്ടിൽസ് ഒക്കെ ഇതിനകത്ത് 60 ml വാട്ടർ നിറയ്ക്കുക. ഇതിങ്ങനെ സിപ്പ് ലോക്ക് ബാഗ് പോലെയാണ്, ഇതിനകത്ത് ഇങ്ങനെ നിറയ്ക്കുക. 60 ml നിറയ്ക്കുക, കൂടുതൽ നിറയ്ക്കല് കുറവ് നിറയ്ക്കില്ല. അപ്പൊ അങ്ങനെ ഒരു അളന്ന് വേണം നിറയ്ക്കാൻ. നിങ്ങളുടെ ഫീഡിംഗ് ബോട്ടിലിൽ തന്നെ നമ്മൾ അളന്ന് ഇതിനകത്ത് ഒഴിച്ചാൽ മതി. 60 ml ഇതിനകത്ത് നിറയ്ക്കുക. ആൻഡ് ദെൻ ഇതിനകത്ത് ബോട്ടിൽസ് ഇതിനകത്ത് കാണിച്ച രീതിയിൽ ആ ഒരു പൊസിഷനിൽ വെക്കുക. ബിക്കോസ് ഇവിടെ ഒരു ഹോളുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തിട്ട് നമ്മളത് കൂളായി കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് ഇത് തുറക്കാതെ ഇങ്ങനെ തന്നെയാണ് നമ്മൾ വെള്ളം കളയുന്നത് ഇങ്ങനെ. സോ ബി കെയർഫുൾ ഇത് തൊടുമ്പോഴൊക്കെ. സോ ഇങ്ങനത്തെ പൊസിഷനിൽ തന്നെ വെക്കുക. 3 minutes മൈക്രോവേവ് ചെയ്യുക. കൂൾ ചെയ്തിട്ട് നമ്മൾ വെള്ളം ഡിസ്കാർഡ് ചെയ്യുക. ആൻഡ് ദെൻ ദ ബോട്ടിൽ ഇസ് സ്റ്റെറിലൈസ്ഡ്. സോ ഇത് നമുക്ക് ഹോസ്പിറ്റൽ ബാഗ് വേണം. സോ ഇത് ഞാൻ ക്യാരി ചെയ്തിട്ടുണ്ട്. സോ ഓൾമോസ്റ്റ് ഐ തിങ്ക് ഞാൻ എല്ലാം പറഞ്ഞു പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ വെളിയിൽ എന്തെങ്കിലും ഉണ്ടോ. പിന്നെ വേറെ കുറച്ച് ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഞാൻ ഹോസ്പിറ്റൽ ബാഗ് അല്ല, ഹോസ്പിറ്റൽ ബാഗിനല്ലാതെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് കുറെ കാര്യങ്ങളുണ്ട്. അതായത് ബേബി നെസ്റ്റ്, ബേബി ക്രിപ്പ് ഉണ്ട്, പക്ഷെ അതുകൂടാതെ നമ്മൾ കൂടെ കിട്ടാനുള്ള ബേബി നെസ്റ്റ് ഉണ്ട്. അങ്ങനെ കുറെ ഐറ്റംസ് ഞാൻ ഓൺലൈൻ പിന്നെ ഇവിടെ നിന്നൊക്കെ മേടിച്ചിട്ടുണ്ട്. ബട്ട് ഐ ഹോപ്പ് പിന്നെ ഇവിടെ റൂളാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ വണ്ടി ഉണ്ടോ ഇല്ലയോ, വാട്ട് എവർ ഇറ്റ് ഇസ്, എന്നാ സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് കൊച്ചിനെ ഇങ്ങനെ കൈ പിടിച്ചോണ്ടോ കാരിയറിലോ അങ്ങനെ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാർ സീറ്റ് നിങ്ങൾക്ക് വേണം. വണ്ടി ഉണ്ടോ ഇല്ലയോ, നോ മാറ്റർ വാട്ട്, നിങ്ങൾക്ക് കാർ സീറ്റ് വേണം. സോ നിങ്ങളൊരു സ്ട്രോളർ നേരത്തെ മേടിച്ച് വെച്ചോണം, കാർ സീറ്റ് ഉള്ളത്. എൻ്റെ ഒപ്പീനിയൻ നിങ്ങൾ 3-in-1 മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ബിക്കോസ് നിങ്ങൾ ആദ്യത്തെ 3 മാസം കൊച്ചു കിടക്കുന്ന ഒരു പൊസിഷൻ ആയിരിക്കും. സോ നിങ്ങൾക്ക് പോകുമ്പോഴൊക്കെ കിടത്തി അങ്ങനെ കൊണ്ടുപോകാമല്ലോ. കൊച്ചിനെ വലിയതാകുമ്പോൾ മറ്റേ ഒരു സെറ്റപ്പ് ഉണ്ട്, ഇങ്ങനെ കൊച്ചിനെ ഇരുത്തി സെറ്റപ്പ്. സോ 3-in-1 ആണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. പിന്നെ അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഹോസ്പിറ്റലിൽ ഇറങ്ങുന്ന സമയത്ത് യു നീഡ് എ കാർ സീറ്റ്. അത് ഇമ്പോർട്ടന്റ് ആണ്. അതില്ലാതെ ഇറ്റ്സ് ഇല്ലീഗൽ. നിങ്ങൾക്ക് കൊച്ചിനെ വെളിയിൽ കൊണ്ടുപോകാൻ പാടില്ല. ഓക്കെ. പിന്നെ നല്ലൊരു ഡ്രസ്സ് മദറിനും ബേബിക്കും ഹോസ്പിറ്റലിൽ ഇറങ്ങുമ്പം അങ്ങനത്തെ ഒരു ജോഡി സെറ്റ് ചെയ്ത് വെക്കാം. സോ ഇതൊക്കെയായിരുന്നു എൻ്റെ ഹോസ്പിറ്റൽ ലിസ്റ്റ്. ഐ ഹോപ്പ് ഞാൻ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു ആവശ്യമുള്ള സംഭവമാണ്. ഇത് ഞാൻ ടെമുവിന് മേടിച്ചതാണ്. സോറി. ഇങ്ങനെ ബോട്ടിൽ ക്ലീനർ, ഇങ്ങനെ ഫുൾ ഒരു സെറ്റ് ഉണ്ട്. ഇങ്ങനെ പിന്നെ പെസിഫയർ, മറ്റേ പെസിഫയർ ഇല്ലേ, അതിലിവിടെ പറയുന്നത് ഡമി എന്നാണ് പറയുന്നത്. അത് കുറെ പേർക്ക് ഇഷ്ടമില്ലാത്ത ഒരു സംഭവമാണ്, പക്ഷെ ഇവിടുത്തെ റിക്വയർമെന്റ് ആണ്. സോ അന്നേരം 2 മേടിച്ച് വെക്കുക. ഓർത്തോഡോണ്ടിക് അപ്രൂവ്ഡ് ആയിട്ടുള്ളത് മേടിക്കുക. ചുമ്മാ റാൻഡം ആയിട്ട് മേടിക്കില്ല. ഡെന്റിസ്റ്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള മറ്റേ പെസിഫയർ ഇല്ലേ, ആ പെസിഫയർ മേടിക്കുക. ഞാനത് സ്റ്റെറിലൈസ് ചെയ്ത് വെച്ചേക്കാണ്, അപ്പോൾ ഞാനത് എടുത്ത് കാണിക്കുന്നില്ല. ഇതൊക്കെയാണ് വേണ്ടത്. സോ ഇതും ബോട്ടിൽ ക്ലീനിങ് ബ്രഷ് സെറ്റ് നിങ്ങൾക്ക് എടുക്കേണ്ട വരും. ഓക്കെ. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ ഇസ് വെരി മച്ച് ഹെൽപ്ഫുൾ ഫോർ യു. ഇച്ചിരി ലോങ് ആയിപ്പോയി, ഐ എം റിയലി സോറി. പക്ഷേ ഇത് വെരി മച്ച് ഇൻഫോർമേറ്റീവ് വീഡിയോ ആയതുകൊണ്ട് ഇച്ചിരി ലോങ് ആയി നിങ്ങൾ പ്ലീസ് ദയവായി ക്ഷമിക്കാം. ബട്ട് ഇതാണ് മാൾട്ടയിൽ വേണ്ട റിക്വയർമെന്റ്സ് ഹോസ്പിറ്റൽ ബാഗിന് വേണ്ടിയിട്ട്. ആൻഡ് ഇവിടെ നിങ്ങൾ 34ാമത്തെ ആഴ്ച തൊട്ട് നിങ്ങളുടെ ബാഗ് റെഡി ആയിട്ട്, എന്റെ കൊളീഗ്സ് ഒക്കെ പറയുന്നതാണ്, നിങ്ങളുടെ ബാഗ് റെഡി ആയിട്ട് നിങ്ങൾ ഡോറിന്റെ അവിടെ വെക്കണം എന്നാണ് പറയുന്നത്. ബിക്കോസ് എമർജൻസി എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. സോ എന്നെ എപ്പോഴും വഴക്ക് പറയായിരുന്നു, 36 വീക്കായി ഇതുവരെ ബാഗ് റെഡി അല്ലേ, ഇങ്ങനെയില്ലേ, ബാഗ് ഷുഡ് ബി അറ്റ് ദ ഡോർ, അങ്ങനെയാണ് അവർ പറയുന്നത്. ആൻഡ് എപ്പോഴും ബ്ലൂ കാർഡ് നിങ്ങൾ എപ്പോഴും ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. സോ എന്നോട് ഇപ്പോഴും ആൾക്കാർ പറയുന്നത് എപ്പോഴും ബ്ലൂ കാർഡ് ക്യാരി ചെയ്യണം എന്നാണ്. ആൻഡ് ബാഗ് ഓഫ് കോഴ്സ് ഈസിലി എവിടെയും റെഡി ആയിട്ട് വെച്ചേക്കണം എന്നാണ് പറയുന്നത്. സോ യെസ്, ഇതൊക്കെ ആയിരുന്നു. ഞാൻ നല്ലൊരു ക്യൂട്ട് സാധനം ഞാൻ കാണിച്ചത്. ഇതിന്റെ ഞാൻ റെഡി ആക്കുമായിരുന്നു. ഇതിനകത്ത് ഞാൻ പിന്നെ ഇതിനകത്ത് ഡിസ്പോസിബിൾ, പിന്നെ ഇത് ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോറേജ് ബാഗ്സ് ആണ്. നിങ്ങൾക്ക് തന്നെ കാണാം, ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോറേജ് ബാഗ്സ് ആണ്. ഇത് ഞാൻ ഇങ്ങനെ ഇതെന്റെ ഒരു ക്യൂട്ട് ചെറിയ ഡൈപ്പർ ക്യാൻഡി ബാഗ് ആണ്. ഇത് ഞാൻ ഹോസ്പിറ്റൽ യൂസ് അല്ല, ഇത് വീട്ടിലെ യൂസിന് വേണ്ടി ഞാൻ മേടിച്ചാണ്. ഇതെല്ലാം കൊച്ചിന്റെ സാധനമൊക്കെ ഒരു സ്ഥലത്ത് ഇങ്ങനെ വെക്കാമല്ലോ. കൊച്ചിന്റെ നാപ്പി ചേഞ്ചർ ഇവിടെ ഉണ്ട്. നാപ്പി ചേഞ്ചറിന്റെ സൈഡിൽ തന്നെ നമുക്ക് വെക്കാം. ഓൺലൈൻ ഇച്ചിലൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ ഓർഗനൈസേഷൻ വീഡിയോസ് ഒക്കെ കാണിക്കും. സോ ഇത് ഞാൻ ഇതും പിന്നെ സോറി ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു നിപ്പിൾ ക്രീം എടുത്തിട്ടുണ്ട് ഞാൻ എക്സ്ട്രാ. എൻ്റെ ഹോസ്പിറ്റൽ ബാഗ് ഞാൻ വെക്കുന്നതായിരിക്കും. പിന്നെ ഈ ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോറേജ് ബാഗ്സ് ഇതിനകത്ത് വെക്കുന്നതായിരിക്കും. പിന്നെ കുറച്ച് എക്സ്ട്രാ ഡിസ്പോസിബിൾ പാൻറ്റീസ്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇതാണ് ഡിസ്പോസിബിൾ ബ്രസ്റ്റ് പാഡ്സ്. ഇതും അതിനകത്ത് എഴുതിയിട്ടുണ്ടോ ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഇത് ആവശ്യമുള്ള സംഭവമാണ്.
നമ്മുടെ ബ്രസ്റ്റ് ഫീഡിങ് ആകുമ്പോൾ നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് ഇങ്ങനെ ഏതെങ്കിലും രണ്ടാം സമയത്തൊക്കെ ഇങ്ങനെ ലീക്ക് ആവും. സോ അതിന് എപ്പോഴും ഡിസ്പോസിബിൾ ബ്രസ്റ്റ് പാഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പിന്നീടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, നിങ്ങൾ എവിടെയെങ്കിലും വെളിയിൽ പോകുമ്പോഴൊക്കെ. അതുകൊണ്ട് ഇത് ഞാൻ കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ കൊച്ചല്ല വേറെ കൊച്ചു കരയുമ്പോൾ പോലും നമ്മുടെ മിൽക്ക് സിക്രീറ്റ് ആവും, അതായത് നമ്മുടെ മിൽക്ക് ലീക്ക് ആവും. സോ അങ്ങനത്തെ ഒരു ഇതിലാണ് നമ്മൾ ദൈവം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അത്രയ്ക്ക് കണക്ഷൻ ആണ്. ലൈക്ക് ഒരു കൊച്ചു കരയുമ്പോൾ തന്നെ നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യും. സോ ഇപ്പം ഞാനിപ്പോൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങളുടെ ബാഗിൽ വെക്കണം. എൻ്റെ ഡൈപ്പർ ഹാൻഡി ബാഗ്. സോ ഒരു ചെറിയ വവ്വാലൊക്കെ ഉണ്ട്, വവ്വാൽ. സോ ഇതൊക്കെയായിരുന്നു എൻ്റെ ഹോസ്പിറ്റൽ ബാഗിൽ വരുന്ന സംഭവങ്ങൾ. ബേസിക്കലി ഇതൊക്കെയായിരുന്നു എൻ്റെ ഹോസ്പിറ്റൽ ബാഗിൽ വരുന്ന സംഭവങ്ങൾ. ഞാൻ കുറേയൊക്കെ വായിച്ച് കേൾപ്പിച്ചു. അതിന്റെ റീസണിങ് പറഞ്ഞു. സോ ഡോണ്ട് സ്കിപ്പ്, എവിടെയും സ്കിപ്പ് ചെയ്ത്. പിന്നെ ഞാൻ 1 by 1 കാണിച്ചു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും. പിന്നെ ബ്രാൻഡ്സിനെ പറ്റി പറഞ്ഞു, ഓരോത്തിന്റെ റീസണിങ് പറഞ്ഞു. സോ ഐ തിങ്ക് ദിസ് വീഡിയോ വിൽ ബി വെരി മച്ച് ഹെൽപ്ഫുൾ ഫോർ യു. നന്നായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, എസ്പെഷ്യലി നിങ്ങൾ മൾട്ടയിലാണെങ്കിൽ. ബിക്കോസ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ കുറച്ച് തപ്പിയായിരുന്നു, ആൻഡ് എനിക്ക് അങ്ങനെ കിട്ടുന്നില്ലായിരുന്നു. ആൻഡ് പിന്നെ പക്ഷെ ഞാൻ ഒത്തിരി പേരോട് കുറേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഞാൻ ലിസ്റ്റ് ഉണ്ടാക്കി. ഇതുകൂടാതെ ഞാൻ വേറൊരു ലിസ്റ്റ് ഉണ്ടാക്കിയായിരുന്നു. ലൈക്ക് ഏതൊക്കെ സാധനം എവിടെ നിന്നൊക്കെ മേടിക്കണം, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷൻസ് ഏതൊക്കെയാണ്, ഓൺലൈൻ മേടിക്കണോ ഓഫ്ലൈൻ മേടിക്കണോ, ഇവിടുന്ന് ഏതൊക്കെ കടയിൽ നിന്ന് മേടിക്കണം എന്നൊക്കെ. സോ അങ്ങനെ കുറെ സജഷൻസ് കിട്ടുമ്പോൾ നമുക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആണ്. സോ നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുക, അല്ലാതെ ചുമ്മാ ഓരോ സാധനം മേടിച്ച് വെക്കല്ല. ഓക്കെ, നിങ്ങളൊരു ഫോറിൻ കൺട്രിയിലാകുമ്പോൾ നിങ്ങൾക്ക് തോന്നും അതും മേടിക്കണം ഇത് മേടിക്കണം. ആൻഡ് എല്ലാം ഒന്നും പുതിയ മേടിക്കേണ്ട ആവശ്യമില്ല. കുറേയൊക്കെ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ മാർക്കറ്റ് പ്ലേസിലൊക്കെ കിട്ടും. ബിക്കോസ് ചില ഐറ്റംസ് ഇതിനകത്തും അല്ല, അതായത് ചില ഐറ്റംസ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് അതൊക്കെ ഒരു മാസത്തേക്കൊക്കെ ആയിരിക്കും യൂസ്ഫുൾ. അത് കഴിഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാണ്ടാത്ത കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് എല്ലാം ഒന്നും വാരിക്കോരി മേടിക്കല് എന്നാണ് എൻ്റെ സജഷൻ. നോക്കി കണ്ട് മേടിക്കുക. സോ ഇതെല്ലാം ചെയ്തതിൽ ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത്. ബട്ട് ഇതിലൊരു മേജർ പാർട്ട് എബിൻ്റെ ഉണ്ട്. പാവം എബിനാണ് എല്ലാം ബേബി ക്ലോത്ത്സ്. ബിക്കോസ് എനിക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ഒത്തിരി ഹെവി സ്ട്രെയിൻ വർക്ക് എടുക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് എബിനാണ് എല്ലാം വാഷ് ചെയ്തതും, ബേബി തുണികൾ വാഷ് ചെയ്തതും അയൺ ചെയ്തതും. പിന്നെ ഞാൻ ഇതൊക്കെ സെറ്റ് ഉണ്ടാക്കുമായിരുന്നു. ഈവൻ ഈ സെറ്റ് ഉണ്ടാക്കാനൊക്കെ എബിന്റെ നല്ല കോൺട്രിബ്യൂഷൻ ഉണ്ട്. അപ്പൊ ആക്ച്വലി അത് വേണം. ബിക്കോസ് നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് നമ്മൾ മദർ മാത്രമല്ല ചെയ്യേണ്ടത്, ഹസ്ബൻഡും കൂടെ നല്ലൊരു ഇൻവോൾവ്മെന്റ് വേണം. ബിക്കോസ് അങ്ങനെ ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു സന്തോഷമാണ്. പ്ലസ് അവർക്കത് അറിയുകയും ചെയ്യാം നമ്മുടെ ബാഗിനകത്ത് എന്നൊക്കെ ഉണ്ട്. സോ അവരിങ്ങനെ ക്ലൂലെസ് ആയിട്ട് ഇരിക്കത്തില്ല. അവർക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതാണ് അതാണെന്ന് പറയുമ്പോൾ അവർക്കും ഈസിയാണ്. സോ യെസ്, so I hope you like this video. So for more videos, do like, share, subscribe to Editales, show your love, and yes, inipam baby vanittu namukku kaanam. Ciao ciao.